morning to all. Today we are going to discuss a new chapter, Legality of Object and Consideration, which is also one of the essential elements of a valid contract. And a contract is valid and enforceable only if it is made for a lawful consideration and with a legal or lawful objective. And you have already learned what consideration is, and the objective means the very purpose or object for which the contract has been formed. And as per the Indian Contract Act, every agreement of which the object or consideration is unlawful is void, and the consideration or object of an agreement is unlawful in the following cases of illegal, immoral, or opposed to public policy. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണമെന്നുണ്ടെങ്കിൽ കുറേ എസെൻഷ്യൽ എലമെന്റ്സ് ഫുൾഫിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ കുറേ കണ്ടീഷൻസ് ആ കോൺട്രാക്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു എസെൻഷ്യൽ എലമെന്റ് ആണ് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വാലിഡ് ആവണം അല്ലെങ്കിൽ നിയമസാധുത ഉള്ളതാവണം എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടിന്റെ ഉദ്ദേശ ലക്ഷ്യം അല്ലെങ്കിൽ ആ കോൺട്രാക്ടിന്റെ ഫോർമേഷന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ലീഗൽ ആയിരിക്കണം. അതൊരിക്കലും എന്തായിരിക്കരുത്, നിയമത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതായിരിക്കില്ല, അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം ആ കോൺട്രാക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത്. അതല്ല കോൺട്രാക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഒരു പർപ്പസ് ആണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസ് കമ്മിറ്റ് ചെയ്യാന്നുള്ളതാണ് ആ കോൺട്രാക്ടിന്റെ പർപ്പസ് എന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്ടിന് എന്തുണ്ടായിരിക്കത്തില്ല, നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. അങ്ങനെയുള്ള പർപ്പസോട് കൂടിയിട്ട്, അതായത് നിയമത്തിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ലാതെ ഇല്ലീഗലായിട്ടോ ഇമ്മോറലായിട്ടോ പബ്ലിക് പോളിസിക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ ഉള്ള രീതിയിലുള്ള ഒരു ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മളൊരു കോൺട്രാക്ട് ഫോം ചെയ്യുകയാണെങ്കിൽ ആ കോൺട്രാക്ടിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. അതിനെ ഇൻവാലിഡ് ആയിട്ടോ വോയിഡ് ആയിട്ടോ ആയിരിക്കും ട്രീറ്റ് ചെയ്യുക. അതല്ലാതെ നമ്മളൊരു കോൺട്രാക്ട് ലോഫുള്ളായിട്ടാണ് ആ ഒരു കോൺട്രാക്ട് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ മാത്രമേ ആ കോൺട്രാക്ടിന് എന്തുണ്ടായിരിക്കുകയുള്ളൂ, ലീഗൽ വാലിഡിറ്റി ഉണ്ടായിരിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ആ കോൺട്രാക്ട് ലീഗലി എൻഫോഴ്സിബിൾ ആയിരിക്കുകയുള്ളൂ. ഓക്കെ. The consideration and object of the contract will be unlawful in the following cases: when it is forbidden by law, if permitted, it would defeat the provisions of any law, any fraudulent acts, if it involves any injury to a person or property of another person. അതായത് ആ കോൺട്രാക്ടിനകത്ത് ഇല്ലീഗൽ ആണെന്ന്, ആ കോൺട്രാക്ടിന്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഇല്ലീഗൽ ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കണം, അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആ കോൺട്രാക്ടിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫോർബിഡൻ ബൈ ലോ, നിയമം നിരോധിച്ചിട്ടുള്ളതായിരിക്കണം. അതല്ലെങ്കിൽ ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ, അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു നിയമത്തിന്റെ ഏതെങ്കിലും ഒരു പ്രൊവിഷനെ അതെന്ത് ചെയ്യും, മോശമായിട്ടുള്ള അഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രോഡുലന്റ് ആക്ട്, അതല്ലെങ്കിൽ ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അയാളുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും, ഇല്ലീഗൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇനി ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. If it is forbidden by law, when the very purpose of the contract involves an act which is punishable by the criminal law of the country, that a agreement or the contract will be void or invalid. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമുക്ക് നിയമത്തിന് വിരോധമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ കോൺട്രാക്ടിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ സ്മഗ്ലിംഗ് ബിസിനസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്മഗ്ലിങ്ങിന്റെ പ്രോഫിറ്റ് അവരുടെ ഇടയിൽ ഷെയർ ചെയ്യാം എന്നുള്ള ആ ഒരു എഗ്രിമെന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കത്തില്ല, ലീഗൽ ഇഫക്റ്റ് ഉണ്ടായിരിക്കത്തില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഗവൺമെന്റ് സർവീസിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കാന്ന് പറഞ്ഞിട്ട് അതിന് കൈക്കൂലി ആയിട്ട് 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു എഗ്രിമെന്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിനും നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. അതൊക്കെ ക്രിമിനൽ ഒഫൻസസ് ആണ്. അതല്ലെങ്കിൽ
they all are offences which are punishable under the criminal law of the country, that is IPC or Indian Penal Code. അപ്പോൾ അതൊക്കെ എന്താണ്, അൺലോഫുൾ ഒബ്ജക്റ്റുമായിട്ട് ഉള്ള കോൺട്രാക്ട്സ് ആണ്. അതൊക്കെ എന്താണ്, ഇൻവാലിഡ് ആയിരിക്കും. അതല്ലെങ്കിൽ വൈഫ് ജീവനോടിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ലേഡിയെ കല്യാണം കഴിക്കാന്നുള്ള ഒരു കോൺട്രാക്ട്, ആ കോൺട്രാക്ടിന് എന്തുണ്ടായിരിക്കത്തില്ല, നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. ഇതൊക്കെയാണ് ഇഫ് ഇറ്റ് ഈസ് ഫോർബിഡൻ എന്ന് പറയുന്ന ആ ഒരു കേസിൽ വരുന്ന, അല്ലെങ്കിൽ ഒബ്ജക്ട് വിച്ച് ഈസ് ഫോർബിഡൻ ബൈ ലോ എന്ന് പറയുന്ന ആ ഒരു കേസിൽ വരുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഇഫ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് എനി അതർ ലോസ്. Sometimes the object or consideration of an agreement is not directly forbidden by any law, but if such an agreement is allowed, it would indirectly defeat the provisions of some other laws that are prevalent in the country. Hence, the object or consideration is unlawful and the agreement becomes unlawful and void. For example, an agreement between a Muslim husband and wife to lead a separated life for a certain period of time. അതായത് സാധാരണ ഗതിയിൽ നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം കുറ്റകൃത്യമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കൂടെ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ നമ്മൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പീനൽ കോഡ് അല്ലാതെ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ ഒക്കെ കുറേ ലോസ് ഉണ്ടാവും. ആ ലോസിന് അത് അല്ലെങ്കിൽ അവരുടെ മതാചാര പ്രകാരം, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയുടെ മതാചാര പ്രകാരം അതെന്താണ്, അത് വിരോധമായിട്ട് വരുന്ന ഒരു കാര്യമാണെന്നിരിക്കെ അതിനെ നമ്മൾ അതിനെ പ്രൊമോട്ട് ചെയ്യത്തില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പർട്ടിക്കുലർ ആക്ടിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയുടെ ഒക്കെ അവരുടെ ആചാരങ്ങൾക്ക് അത് അഗെയിൻസ്റ്റ് ആയിട്ട് വരും, അല്ലെങ്കിൽ അതിന് വിരോധമായിട്ട് വരുന്ന രീതിയിലായിരിക്കും അത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ഹസ്ബൻഡും വൈഫും എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര കാലയളവിൽ കൂടുതൽ അവർ പിരിഞ്ഞു താമസിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് അവരുടെ ഒരു വിശ്വാസമാണ്. പക്ഷെ ഇപ്പൊ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരു എഗ്രിമെന്റ് എഴുതുകയാണ്. അതായത് കല്യാണ ശേഷവും വൈഫിന്റെ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ, അല്ലെങ്കിൽ അടുത്ത 2 വർഷക്കാലത്തേക്ക് വൈഫിന്റെ വീട്ടിൽ തന്നെ തുടരാവുന്നതാണ്. ഹസ്ബൻഡ് ആയിട്ടൊരു സെപ്പറേറ്റഡ് ലൈഫ് അവർക്ക് സാധ്യമാക്കിക്കൊണ്ട് ഒരു എഗ്രിമെന്റ് എഴുതുകയാണെങ്കിൽ ആ എഗ്രിമെന്റിന് ഒരു നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമ്മ്യൂണിറ്റി ലോ എന്താണോ ആ ലോയിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഒരു ടൈം പീരീഡ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 4 months ആണെന്നിരിക്കട്ടെ. അപ്പോൾ ആ 4 months കൂടുതൽ ഒരു സെപ്പറേറ്റഡ് ലൈഫ് ഹസ്ബൻഡും വൈഫും തമ്മിൽ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ 2 വർഷക്കാലത്തേക്ക് ഒരു സെപ്പറേറ്റഡ് ലൈഫ് സ്വീകരിച്ചു കൊള്ളാമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക, അത് ഒരു എഗ്രിമെന്റ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന് നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. കാരണം അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയുടെ നിയമത്തെ അത് എന്ത് ചെയ്യും, അത് എഗെയിൻസ്റ്റ് ആയിട്ട് വരും. അതുകൊണ്ട് തന്നെ അതിനെ എന്ത് ചെയ്യത്തില്ല, പ്രൊമോട്ട് ചെയ്യത്തില്ല. അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇഫ് ഇറ്റ് ഡിഫീറ്റ്സ് ദ പ്രൊവിഷൻസ് ഓഫ് എനി ലോ എന്നുള്ളതുകൊണ്ട്, എനി ലോ അതർ ദാൻ ദ ഇന്ത്യൻ പീനൽ കോഡ് ഓർ ക്രിമിനൽ ലോ ഓഫ് ദ കൺട്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. Point, if the agreement is formed with a fraudulent objective, an agreement whose object or consideration is to defraud others is unlawful, and such agreements will be void in the eyes of law. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ട് ഫോം ചെയ്തിരിക്കുന്നത് ആരെങ്കിലും ചതിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഒരു എഗ്രിമെന്റ് ഫോം ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന് നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ an agreement formed with the object of sharing the profits gained from some fraudulent commitments. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ആയിട്ടുള്ള ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക, ആ ഫ്രോഡിന് അല്ല ഒരാളെ ഇപ്പം നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വഞ്ചനയിലൂടെ ഒരാളുടെ അടുത്ത് നിന്ന് കുറച്ച് എമൗണ്ട് കൈക്കലാക്കാം. ആ കൈക്കലാക്കുന്ന എമൗണ്ടിൻ്റെ എമൗണ്ട് 50-50 റേഷ്യോയിൽ അല്ലെങ്കിൽ 50-50 ആയിട്ട് നമുക്ക് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ 60-40 റേഷ്യോയിൽ ഷെയർ ചെയ്യാമെന്നും പറഞ്ഞിട്ട് നമ്മളൊരു എഗ്രിമെന്റ് എഴുതുകയാണ്. ആ എഗ്രിമെന്റിന് എന്തുണ്ടായിരിക്കത്തില്ല, നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. വൺസ് അയാൾ ആ എമൗണ്ട് അതുപോലെ അത്ര തന്നെ പറഞ്ഞിരിക്കുന്ന എഗ്രീഡ് എമൗണ്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേയാൾക്ക് കോർട്ടിൽ പോകാനായിട്ട് പറ്റത്തില്ല. കാരണം ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്, ഇൻവാലിഡ് ആണ്, അതിന് നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. അത് പോയിന്റ്,
if the contract involves injury to a person or property of another person. That is, if the object or consideration of the agreement is to bring some harm to a third party or his property, the object of the contract will be considered as unlawful and the contract as a whole will be invalid or void. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി വരുത്തുക എന്നുള്ളതാണ്. ആ രീതിയിലാണ് നമ്മൾ ആ ഒരു കോൺട്രാക്റ്റ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മറ്റൊരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മോശമായിട്ട് വരുന്ന ഒരു പ്രവൃത്തി ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടിക്ക് അത് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലാണെന്നിരിക്കട്ടെ. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ വേറെ ഒരു വ്യക്തിയുടെ കയ്യോ കാലോ തല്ലി ഒടിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഒരാൾക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന ആൾ ബി എന്ന് പറയുന്ന ആൾക്ക് ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണ്. സിയുടെ കയ്യോ കാലോ തല്ലി ഒടിച്ചാൽ ഞാൻ നിനക്ക് 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ ആ എഗ്രിമെൻറ്റിന് വാലിഡിറ്റി ഉണ്ടായിരിക്കത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ എഴുതിയിരിക്കുന്ന ആ കോൺട്രാക്റ്റിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ആക്ട്, അതായത് മറ്റൊരു വ്യക്തിക്ക് ഒരു ഫിസിക്കൽ ഹാം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ക്രിമിനൽ ലോ ഓഫ് ദ ലാൻഡ് പ്രകാരം അതെന്താണ്, ഒരു ഒഫൻസീവ് ആക്ട് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കോൺട്രാക്റ്റിന് നിയമസാധുത ഉണ്ടായിരിക്കത്തില്ല. അതല്ലെങ്കിൽ ഇപ്പോൾ എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റ് വരികയാണ്. അതായത് എ എന്ന് പറയുന്ന ആള് ബി എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളൊരു പത്രപ്രവർത്തകനാണ്. അപ്പോൾ ബി എന്ന് പറയുന്ന ആൾക്ക് ക്യാഷ് ഓഫർ ചെയ്തുകൊണ്ട് സി എന്ന് പറയുന്ന ആളെ കുറിച്ച് ഒരു ഡിഫേമേറ്ററി ആയിട്ടൊരു ആർട്ടിക്കിൾ എഴുതണമെന്ന് പറയുകയാണ് എ എന്ന് പറയുന്ന ആള്. അപ്പോൾ അങ്ങനെ എഴുതുകയാണെങ്കിൽ അതിൻ്റെ റിവാർഡായിട്ട് 50,000 രൂപ തരാമെന്ന് പറഞ്ഞിട്ട് എയും ബിയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണെന്നിരിക്കട്ടെ. ആ കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അടുത്തു നിന്ന് ആ ക്യാഷ് ക്ലെയിം ചെയ്ത് വാങ്ങാനുള്ള റൈറ്റ് മറ്റേ പാർട്ടിക്ക് ഉണ്ടായിരിക്കത്തില്ല. അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ, ആ കോൺട്രാക്റ്റിന് നിയമസാധ്യത ഉണ്ടായിരിക്കത്തില്ല. അത് ലീഗലി എൻഫോഴ്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ലീഗലി എൻഫോഴ്സിബിൾ അല്ലാത്ത ഒരു കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെല്ലാം ഒബ്ലിഗേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും മീറ്റ് ചെയ്ത് കൊടുക്കേണ്ട ബാധ്യത ഓപ്പോസിറ്റ് പാർട്ടിക്ക് വരത്തില്ല. അതുകൊണ്ട് തന്നെ സി എന്ന് പറയുന്ന ആളെക്കുറിച്ച് മോശമായിട്ട് എഴുതണം, ആ ഒരു മാഗസിനിൽ ഒരു ആർട്ടിക്കിൾ മോശമായിട്ട് പബ്ലിഷ് ചെയ്യണമെന്ന് ബി എന്ന് പറയുന്ന പത്രപ്രവർത്തകനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പത്രത്തിൽ എഴുതുന്നതിന് മുമ്പ് തന്നെ അയാൾക്ക് 50,000 രൂപ അതിൻ്റെ റിവാർഡായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ അത് തിരിച്ചു പിടിക്കാനുള്ള ആ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്ന ആൾക്ക് ഉണ്ടായിരിക്കത്തില്ല. കാരണം ആ ഒരു കോൺട്രാക്റ്റിന് നിയമസാധ്യത ഇല്ലാത്തടത്തോളം കാലം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഒന്നും മീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കത്തില്ല. അത്രേ ഉള്ളൂ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പോയിന്റിൽ. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.